ഈ സ്കൂളിൻ്റെ ഇൻവിറ്റേഷൻ കണ്ടപ്പോൾ തന്നെ ആദ്യം ഞെട്ടി. കാര്യം ഒരു സ്കൂളിൻ്റെ വാർഷികാഘോഷം ഒരു നാടിൻ്റെ ആഘോഷമാക്കി തന്നെ ആദ്യം മാറ്റി. സ്കൂളിൻ്റെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞടുങ്ങി. കാര്യം ഇത്രയും കാര്യങ്ങൾ നടക്കുമെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷേ സിന്ധു ടീച്ചർ ഉള്ളത് കൊണ്ട് എനിക്കറിയാം നടത്തിക്കും എന്നറിയാം. കാര്യം സാധാരണ ഗവൺമെൻറ് സ്കൂൾസിലെ ഒരു ടീച്ചറിനും ഇത്രയും എനർജി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് സ്കൂളിൽ പോകുന്നതാണ്. അതുതന്നെയാണ് ഈ സ്കൂളിൻ്റെ ഒരു വലിയ ഭാഗ്യമെന്ന് തന്നെ പറയട്ടെ. പക്ഷേ ഇനി ടീച്ചറിന് അധിക കാലം ഈ സ്കൂളിൽ പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു വിഷമം. ഒരു പക്ഷേ ഒരു 5 വർഷം ടീച്ചർ ഈ സ്കൂളിലുണ്ടായിരുന്നെങ്കിൽ ഇത് മറ്റൊരു ലെവലിലേക്ക് പോയേനെ. എങ്കിലും ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു വർഷം കൊണ്ട് ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ ഈ സ്കൂളിൽ ചെയ്യാൻ ശ്രമിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ ലോകം മുഴുവൻ ഒരുപാട് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനകത്ത് യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം എസ്പെഷ്യലി UK ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ആവാനായിട്ട് പഠിക്കാൻ കുട്ടികളെ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. കാര്യം ഒരു ഡോക്ടർ ആവണമെങ്കിൽ ഏതാണ്ട് 10 വർഷത്തോളം ബുദ്ധിമുട്ടുണ്ട്. ഈ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും എല്ലാം കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 10 വർഷം എടുക്കും. അതുമല്ല, അവിടെ ഒരു ഡോക്ടർ ആവണമെങ്കിൽ ആ കുട്ടിക്ക് ഡോക്ടറാവാൻ സ്വയം തോന്നണം. കാര്യം താൻ രോഗികളെ പരിഹരിക്കുന്നൊരു വ്യക്തിയാണ്. രോഗം കണ്ടാൽ എനിക്ക് ചികിത്സിക്കണം തോന്നണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവരുടെ കരിയർ ഡിസൈൻ ചെയ്തത്. ഇവിടെയാണെങ്കിൽ സ്വന്തമായിട്ടൊരു തലവേദനയ്ക്കുള്ള മരുന്ന് പോലും എടുത്ത് കഴിക്കാത്ത, അച്ഛനും അമ്മയ്ക്കും ഒരു ഇത്തിരി വെള്ളം എടുത്ത് കൊടുക്കാത്തവരൊക്കെ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് ഡോക്ടറാവുകയാണ്. ഇവരൊക്കെ ഡോക്ടറായിട്ട് വന്ന് എന്തിന് ചെയ്യാനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഡോക്ടർ ഇവിടെ ഇരിക്കുന്ന പലരുടെയും വലിയ ആഗ്രഹമാണ് ഡോക്ടറാവുക. പക്ഷേ ഈ ഡോക്ടറാവാനുള്ള യോഗ്യതയുണ്ടോ? നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ പാസ്സാവും, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷേ അത് കഴിഞ്ഞ് ജീവിതകാലം മുഴുവൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു തൊഴിലാണ്. അതിന് നിങ്ങൾക്കുള്ള കഴിവില്ല. മിക്കവാറും എല്ലാ മേഖലയിലും ഇത് തന്നെയാണ് പ്രശ്നം. നമ്മൾക്ക് ഒരുവിധ കഴിവുമില്ലാത്ത ഏതോ മേഖലയിലും നമ്മൾ പോയി പെടുകയാണ്. ഞാനൊക്കെ ഇൻഡസ്ട്രിയിലാണ്. ഞങ്ങളുടെ കയ്യിലേക്ക് 10-20 വർഷം ഈ അക്കാഡമിക്സിൽ പഠിച്ചിട്ട് ഒരു കുട്ടിയെ കിട്ടുമ്പം ഞങ്ങളുടെ മേഖലയുമായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ പെരുമാറേണ്ട ഒരു കാര്യങ്ങളും ഇവിടെ പഠിക്കുന്നില്ല. അവിടെ പെരുമാറേണ്ട അല്ലെങ്കിൽ അവിടെ പ്രദർശിപ്പിക്കേണ്ട ചില കഴിവുകളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അക്കാഡമിക്സിലെ ഒരു സിലബസിനകത്തും നിങ്ങൾക്ക് കിട്ടില്ല. ഇവിടെ സ്കൂൾസിലെല്ലാം അവർക്ക് കൊടുത്തേക്കുന്ന നിർദ്ദേശം സിലബസ് അനുസരിച്ചിട്ട് പഠിപ്പിക്കുക, അത് തീർക്കുക. ഇതാണ് അധ്യാപകർ കിട്ടിയേക്കുന്ന നിർദ്ദേശം. പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് സൈൻ തീറ്റയും വേണ്ട, കോസ് തീറ്റയും വേണ്ട, A+B² വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ പെരുമാറേണ്ട മറ്റു കുറേ കാര്യങ്ങളാണ്. പക്ഷേ അത് ഈ സ്കൂളിൽ അവസരം ഉണ്ടായിട്ടും, ഈ സ്കൂളിലല്ല പല സ്കൂളിലും അവസരം ഉണ്ടായിട്ടും ടീച്ചർമാരത് തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു നഗ്നമായ യാഥാർത്ഥ്യമുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്ന് ഇവിടെ ഈ ഈവന്റ് സംഘടിപ്പിക്കുന്നത് ആരാണ്? ടീച്ചറും ടീച്ചറിന്റെ കുറച്ച് സുഹൃത്തുക്കളും, ശരിയല്ല, ഇവിടുത്തെ അധ്യാപകരും കൂടെയാണ് ഇത് മൊത്തം നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഈവന്റ് നടക്കുന്നിടത്ത് ഒരു 10-25 പ്രൊഫഷണൽസിനെ, ഡിഫറെൻറ്റ് ഫീൽഡ്സിലുള്ളവരെ ട്രെയിൻ ചെയ്യാനുള്ളൊരു അവസരമാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഒരു ഫ്ലവർ തന്നു. അതിന് പിന്നിലൊരു ഇൻഡസ്ട്രി ഉണ്ട്. ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ് ആക്ച്വലി. ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന അതൊരു ജോബാണ്. എന്താണ് ഇവിടെ വരുന്ന അതിഥികൾക്ക് കൊടുക്കുവാൻ ഗിഫ്റ്റായിട്ട് ഫ്ലവേഴ്സ് കൊടുക്കണം. എനിക്ക് മനോഹരമായ ഒരു ഗിഫ്റ്റ് കിട്ടി. ആ ഗിഫ്റ്റ് കൊണ്ടുവരണം, അത് സംഘടിപ്പിക്കണം. അതൊരു ഏതോ ഒരു ടീച്ചർ ചെയ്തു. പക്ഷേ ആ ടീച്ചർ ഒറ്റയ്ക്കല്ല അത് ചെയ്യേണ്ട. ആ പ്രോസസ്സിനകത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ഏതോ ഒരു കുട്ടിക്ക് ഭാവിയിൽ അത് ചെയ്യുവാൻ, അത് തൊഴിലാക്കി മാറ്റാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ സ്വയം ചെയ്തത്. ഇനിയെങ്കിലും അടുത്ത തവണ ഇവിടുന്ന് തുടക്കം കുറിക്കണം. ഇവിടെയുള്ള ഏത് പ്രോഗ്രാമാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു തൊഴിലിനുള്ളൊരു അവസരമുണ്ട്. ഈ ഒരു ഈവന്റ് സംഘടിപ്പിക്കുന്നതിനകത്ത് പങ്കെടുക്കുന്ന ഒരു കുട്ടി നാളെ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങാനുള്ളൊരു അവസരം ഉണ്ട്. ഇവിടെ ഓരോന്നും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ഈവന്റ് നടത്തുമ്പോഴാണ് അറിയുന്നത് ഈ ഈവന്റ് നടത്തണമെങ്കിൽ പ്രോഗ്രാമിന് ഒരു നോട്ടീസ് അടിക്കണം. ആ നോട്ടീസ് അടിക്കുന്നത് ഡിസൈൻ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു തൊഴിലുണ്ട്. അത് കുട്ടിയെ ഒരു ടീച്ചർ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു കുട്ടിയെ കൂടി നിർത്തി കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കഴിയുമ്പോൾ കുട്ടിക്ക് ഒരു ഇൻട്രസ്റ്റ് വരികയാണ്. അടുത്ത തവണ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തവണ കുട്ടി അത് ഒറ്റയ്ക്ക് ചെയ്യും. 6ാം ക്ലാസ്സിൽ തുടങ്ങുന്ന ആ പ്രോസസ്സ് 8ാം ക്ലാസ്സിൽ ഈ ഒരു ഈവന്റ് കുറച്ച് കുട്ടികളായിരിക്കും നടത്തുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ റിക്വസ്റ്റ്,
ഇനിയുള്ള ഇവിടെ നടക്കുന്ന ഈവൻസിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുക. അടുത്ത വർഷത്തെ ആനിവേഴ്സറി അവരൊറ്റയ്ക്ക് നടത്തട്ടെ. ടീച്ചേഴ്സ് ഇങ്ങനെ നോക്കുക, അവർ എവിടെയെങ്കിലും വീഴ്ച വന്നാൽ അവർ സഹായിക്കുക. ഇല്ലെങ്കിൽ ഈ വിളക്ക് കൊണ്ടുവരേണ്ടതും ആ എണ്ണ ഇതിൽ നിറയ്ക്കേണ്ടതും തിരി കത്തിക്കേണ്ടതും അതിനകത്ത് കർപ്പൂരം വെക്കേണ്ടതും അത് കത്തിക്കാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ ആ കുട്ടികളെ പഠിപ്പിക്കണം. ഏത് പ്രോസസ്സിനും ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മിസ്റ്റേക്ക് വരില്ല. അവർക്കറിയാം ഒരു ഈവൻറ്റ് വരുമ്പോൾ സ്റ്റേജ് ഉണ്ടാക്കണം, അതിനകത്ത് ഇത്രയധികം കാര്യം വേണം, അതിനൊരു ബഡ്ജറ്റ് വേണം, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് പഠിക്കുന്ന ആ കുട്ടിയാണ് നാളെ ഈവൻറ്റ് മാനേജറായിട്ട് മാറുന്നത്. ഇവിടെ പങ്കെടുക്കുന്ന ഓരോ കുട്ടിക്കും ശരിക്കും പറഞ്ഞാൽ അവരറിയുന്നില്ല ഈ ഡാൻസും പാട്ടും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് അവരറിയാതെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകങ്ങൾ സംവിധാനം ചെയ്യും. നാടകങ്ങൾ സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുകയാണ്. എനിക്കൊരു ടീം ഉണ്ടാക്കണം, ഒരു കഥ തിരഞ്ഞെടുക്കണം, അവരെ ട്രെയിൻ ചെയ്യണം. നാടകത്തിന് മറ്റുള്ളവരെല്ലാവരും അഭിനയിക്കാൻ വരുമ്പോൾ അവർക്കുള്ള ഡ്രസ്സ്, അത് ഈ രംഗത്ത് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് എല്ലാം കൊണ്ടുവരണം, ഇവരെ കോർഡിനേറ്റ് ചെയ്യണം. അപ്പം ഞാൻ അറിയാതെ എൻ്റെ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാണ്. ഇത് തന്നെയാണ് ഈ സ്കൂളിൽ നാടകത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു ആ സംവിധായകൻ അല്ലെങ്കിൽ ആ ടീം ലീഡർ നാളെ ഇൻഡസ്ട്രിയിൽ ഒരു ലീഡറായിട്ട് മാറും. ഇങ്ങനെയാണ് ഓരോ ഗ്രൂപ്പ് ഐറ്റംസിനും, അത് സ്പോർട്സിലായിക്കോട്ടെ ആർട്സിലായിക്കോട്ടെ, അവരറിയാതെ ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കണം. സ്റ്റേജ് ഫിയർ മാറാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് ഈ കുട്ടികൾ ഇവിടെ സ്റ്റേജിൽ വന്ന് ഒന്ന് പെർഫോം ചെയ്യുമ്പോൾ, അത് ഏത് കലയായിക്കോട്ടെ, ഈ സ്റ്റേജ് ഫിയർ മാറണം. പ്രസംഗങ്ങളിൽ പങ്കെടുക്കുന്നത് വിജയിക്കാൻ വേണ്ടിയല്ല, അവരുടെ കൊണ്ട് നിർബന്ധമായിട്ടും കുട്ടികൾ വന്ന് പ്രസംഗിച്ച് എവിടെ ചെന്ന് കഴിഞ്ഞാലും മൈക്ക് കിട്ടിയിട്ടുണ്ട്, മൈക്കില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾക്കാരെ അഡ്രസ്സ് ചെയ്യാനുള്ള ആ ഫിയർ മാറി കിട്ടും. നമ്മൾക്ക് ഇൻഡസ്ട്രിക്ക് ഞങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ഉള്ള കുട്ടികളാണ്, അല്ലാതെ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് അല്ല ഞങ്ങൾക്ക് വേണ്ടത്. മാർക്ക് ഷീറ്റ് എവിടെയാണ്? ഈ സർക്കാർ ജോബിനൊക്കെ പോകുമ്പോഴാണ് ഈ മാർക്ക് ഷീറ്റിൻ്റെ ആവശ്യം. പ്രൈവറ്റ് ഇൻഡസ്ട്രിയാണ് ലോകത്തിലുള്ള 95% തൊഴിലും ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡസ്ട്രിയാണ്. പ്രൈവറ്റ് ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഒരു CV ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കി വിളിക്കും. അതിന് ഫസ്റ്റ് റാങ്കുകാരനാണെങ്കിലും ഇൻ്റർവ്യൂവിൽ മനോഹരമായി പെർഫോം ചെയ്തില്ലെങ്കിൽ ആൾ ഔട്ട്. ഇത് കഴിഞ്ഞ് ഇൻഡസ്ട്രിയിൽ കയറി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ആളിനെ വേണ്ടത്. അയാളുടെ ഉയർച്ച മുഴുവൻ ആ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ആ പെർഫോമൻസിന് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് അല്ല വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. ഞാൻ ഇപ്പോൾ ഒരു സ്കൂളിലെ ഇവിടുത്തെ സെക്കൻഡറി സ്കൂളിൽ ഫംഗ്ഷൻ ഞാൻ ചെന്നു. ഞാനിവിടെ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി വളരെ സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ആ ഫംഗ്ഷൻ മൊത്തം ഒറ്റയ്ക്കാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഞാൻ കണ്ടത് അതിൻ്റെ പെരുമാറ്റം കണ്ടപ്പോഴേ അതിനെ ശ്രദ്ധിച്ചു. ആ പ്രോഗ്രാമിൻ്റെ അവസാനം അത് ടീച്ചേഴ്സിനെ നേരെ കൈ ചൂണ്ടിയാണ് പറയുന്നത്, സർ ഈ ടീച്ചേഴ്സിനോട് പറയണം ഞങ്ങളുടെ ഇപ്പോൾ 11th and 12th സ്റ്റുഡൻസിന് വേണ്ടി ഇവിടുത്തെ ഓഡിറ്റോറിയം തുറന്നു തരണം. ആ ഒരു സ്മാർട്ട്നെസ് കണ്ടപ്പോൾ ഞാൻ പറയും ഈ കുട്ടിയെ ഞങ്ങളുടെ കമ്പനി എടുത്തു കഴിഞ്ഞു. അതിൻ്റെ മാർക്ക് എനിക്കറിയില്ല, ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള സ്മാർട്ടായിട്ടുള്ള തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്ന, ആരുടെ മുന്നിലും പതറാതെ സംസാരിക്കുന്ന ആ കുട്ടി തന്നെ പറഞ്ഞു, ഇതിന് 3-4 വർഷത്തിന് മുമ്പ് ഇങ്ങനെയുള്ള കഴിവേ ഇല്ലായിരുന്നു. ഈ തിയേറ്റർ തുടങ്ങി അവിടെ ഞങ്ങളൊരു തിയേറ്റർ കൊടുത്തു. അവിടുത്തെ പെർഫോമൻസ് അവിടുന്ന് ഉള്ള കിട്ടിയ അവസരത്തിൽ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്തു വന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസാണ് നമുക്ക് വേണ്ടത്. മുഴുവൻ ഓപ്പർച്യൂണിറ്റീസാണ് ഇവിടുത്തെ. ഇപ്പോൾ ട്രാൻസ്പോർട്ട്, കുട്ടികളുടെ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഒരു ജോബുണ്ട്. അതിനകത്ത് കുട്ടികളെ പങ്കെടുപ്പിക്കുമ്പോഴാണ് അവർ നാളെ ഏതെങ്കിലും ട്രാൻസ്പോർട്ട് കമ്പനി തുടങ്ങും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടുത്തെ ഉച്ചഭക്ഷണത്തിന് കുട്ടികളെ കൂടി അതിൻ്റെ മാനേജ്മെൻറ്റിൽ പങ്കെടുപ്പിക്കുമ്പോഴാണ് അവർ നാളെ നല്ലൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് അവർക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ഷെഫായിട്ട് മാറാൻ അവർക്ക് പറ്റുന്നത്. അങ്ങനെ ഈ സ്കൂളിലെ ആക്ടിവിറ്റീസിനകത്ത് മുഴുവൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എവിടേക്ക് കണ്ണു തുറന്നാലും ഈ പന്തലിടുന്നതിനകത്ത് ഒരു പിന്നിലൊരു ബിസിനസ് ഉണ്ട്, ഈ ലൈറ്റ് ആൻഡ് സൗണ്ട്സിനകത്തൊരു ബിസിനസ് ഉണ്ട്, ഈ എല്ലാ സ്ഥലത്തും എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു 100 ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിലെല്ലാം ഒരു കുട്ടിയെ പങ്കെടുപ്പിക്കാനുള്ള അവസരമുണ്ട്. ഇതാണ് ഈ ഇവിടെ വരുന്ന എല്ലാ ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ്. പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കാൻ അല്ല ടീച്ചേഴ്സ് ആവേണ്ടത്. നിങ്ങൾ നല്ലൊരു മെൻറ്ററായിട്ട് മാറണം. കുട്ടികളെ ഇതുപോലെ ഈ സിലബസിലില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിപ്പിക്കണം. പക്ഷേ മറ്റു സ്കൂളുമായി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കൂൾ ഒരുപാട് മുകളിലാണ്. പക്ഷേ അത് ഏറ്റവും മുകളിലാണെന്ന് ധരിക്കരുത്. ഇനിയും നിങ്ങൾക്ക് കയറാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. തീർച്ചയായിട്ടും അടുത്ത തവണ ഇവിടെ ഇതുപോലെ ഈവൻ്റ് നടത്തുമ്പോൾ കുറേ കാര്യങ്ങൾ കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിലൂടെ അവരുടെ മാനസികമായിട്ടുള്ള വളർച്ചയും
അവരുടെ ലീഡർഷിപ്പ് സ്കില്ലും ഒക്കെ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ഒരിക്കൽ കൂടി എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. എല്ലാവിധ ആശംസകളും.